പ്രമോദ്, ഗുഡ് ആഫ്റ്റർനൂൺ. എന്തൊക്കെയുണ്ട് ഓസ്ട്രേലിയയിലെ വിശേഷങ്ങള്? ഗുഡ് ഈവനിങ് ചേട്ടാ. അവിടെ ഗുഡ് കൊച്ചിയിലൊക്കെ ഈവനിങ്. കാര്യങ്ങൾ എങ്ങനെയുണ്ട്? വസുപ്രദ ഇൻവെസ്റ്റ്മെന്റിന്റെ തിരക്കൾക്കിടയിൽ കുറച്ച് സമയം നമുക്ക് തന്നതിന് വളരെയധികം സന്തോഷം. ആ എന്തിനാ അങ്ങനെയൊക്കെ പറയണേ പ്രമോദേ? എന്താ എന്താ പെട്ടെന്ന് സൂം മീറ്റിംഗ് വെച്ചാ പറ. ചേട്ടാ, ഞാൻ അബുദാബിയിലെ ഉം, ADCB ബാങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നാട്ടിലെ ചില ഉം. സുഹൃത്തുക്കൾ എപ്പോഴും സാമ്പത്തികപരമായിട്ടുള്ള സംശയങ്ങളൊക്കെ വിളിച്ചു ചോദിക്കാറുണ്ട്. ഓക്കെ. ഓക്കെ. അങ്ങനെ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അരുൺ എന്ന് പറഞ്ഞിട്ട്. ആ, ഇപ്പൊ ആളുടെ തലയിൽ ഒരുപാട് കടം കയറി EMI കെട്ടി ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് ഉള്ളത്. ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, പേഴ്സണൽ ലോൺ ഉണ്ട്, കാർ ലോൺ ഉണ്ട്, ഉം, പിന്നെ ഒരു എഡ്യൂക്കേഷൻ ലോൺ ഉണ്ട്. ഓക്കെ. ഉം, ഇതിൽ ഉം. ഏത് ആദ്യം തീർക്കണമെന്ന് പുള്ളിക്ക് ഒരു പിടിയില്ല. ഓക്കെ. അപ്പോൾ പുള്ളിക്ക് റീസെന്റ് ആയിട്ട് ഒരു പെർഫോമൻസ് ബോണസ് കമ്പനിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, ഒരു 1,50,000 രൂപ. അപ്പൊ ഉം. അത് മാർക്കറ്റിലിട്ട് ലാഭം ഉണ്ടാക്കിയിട്ട് കടം വീട്ടാന്നാണ് ആളുടെ ഒരു ഐഡിയ. അപ്പൊ ആ ഓക്കെ. മേഖലയിൽ ഞാൻ അത്ര എക്സ്പേർട്ട് അല്ലാത്തത് കൊണ്ടാണ് ജയേട്ടനെ വിളിച്ചിട്ട് ഇതിനെക്കുറിച്ച് ഒന്ന് വിളിച്ച് അന്വേഷിക്കാന്ന് വിചാരിച്ചത്. ഒരു മിനിറ്റ് പ്രമോദേ, ഈ കക്ഷി എന്താ ചെയ്യുന്നത്? എന്റെ മന്ത്ലി മാസം വരുമാനമൊക്കെ എത്രയുണ്ട്? ആളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ഏകദേശം 1,00,000 റുപ്യ ശമ്പളം ഉണ്ടെന്നാണ് പറഞ്ഞത് എൻ്റെ അടുത്ത്. ശമ്പളം കുഴപ്പമില്ല. എന്റെ പുള്ളിയുടെ കല്യാണം കഴിഞ്ഞാണോ? ഇല്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല. അടുത്ത വർഷം പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ മുന്നേ ഈ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് സോൾവ് ചെയ്തിട്ട് ആക്കാനുള്ള ശ്രമത്തിലാണ്. ഈ രണ്ടിനു മുമ്പൊക്കെ ബാധ്യതയൊക്കെ തീർത്ത് വയ്ക്കുന്നത് നല്ല കാര്യമാണ്. എന്തായാലും ഈ ഈ പറയുന്ന കടങ്ങളുണ്ടല്ലോ, ഇതിന്റെയൊക്കെ EMI കൂടി മാസം എത്ര വരേണ്ടെന്ന ഐഡിയ ഉണ്ടോ? പുള്ളി പറഞ്ഞു തന്ന കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അപ്പൊ പറഞ്ഞുതരാം. ഓക്കെ. ഉം, ഉം. ആൾക്ക് ഒരു ഒരു ഏകദേശം ഒരു 75,000 രൂപയോളം ഇപ്പൊ EMI ആയിട്ട് വരുന്നുണ്ട്. അതിന്റെ ബ്രേക്കപ്പ് ഇങ്ങനെയാണ്: ഒരു ഉം. ലക്ഷത്തി എൺപതിനായിരം രൂപയുടെ ക്രെഡിറ്റ് കാർഡാണ് ആൾക്കുള്ളത്. അതിന് 10,000 രൂപ മാസം അടയ്ക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ. ഉം, 2,50,000 രൂപ പുള്ളിക്ക് പേഴ്സണൽ ലോൺ ഉണ്ട്. അതിന് പുള്ളി ഏകദേശം ഒരു 20,000 രൂപ അടയ്ക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. പിന്നെ ഓക്കെ. പുള്ളിക്കുള്ളത് ഒരു 4 ലക്ഷത്തിന്റെ ഒരു കാർ ലോൺ ഉണ്ട്. അതിന് ഉം. ഏകദേശം 25,000 രൂപ, ഞാൻ റൗണ്ട് ഫിഗർ ആട്ടോ പറയുന്നത്. ഓക്കെ. ഓക്കെ. ഉം, അതിന്റെ അത്ര അടിക്കുന്നുണ്ട്. പിന്നെ പുള്ളി എടുത്ത ഒരു എഡ്യൂക്കേഷൻ ലോൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതും ഒരു 20,000 രൂപ വരുന്നുണ്ട്. അപ്പൊ ഉം, ഏകദേശം ഒരു മുക്കാൽ ഭാഗവും EMI ഉം. ആയിട്ടാണ് ഒരു പോകുന്നത്. 70,000 രൂപ ആയി അല്ലേ? ആ ഉം, അപ്പോ ഉം. പിന്നെ അതുകൊണ്ടാണ് ഈ പറയുന്ന പെർഫോമൻസ് വരുമ്പോ അത് ഷെയർ മാർക്കറ്റിൽ ഇട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുന്നതെന്നാ പറഞ്ഞത്. ഉം. പ്രമോദേ, ഇതിനകത്ത് ഈ കാര്യങ്ങൾക്ക് പ്രമോദം അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളില്ല. അതായത് ഒരു ബക്കറ്റ് മുഴുവൻ ദ്വാരങ്ങളാണെങ്കിൽ അതിനകത്ത് കൊണ്ട് എത്ര വെള്ളം ഒഴിച്ചിട്ടും കാര്യമില്ല. അതായത് ഈ പറഞ്ഞ സുഹൃത്തിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ അയാൾ 40% ക്രെഡിറ്റ് കാർഡിന്റെ ഒക്കെ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 40% അടുത്ത് വരും ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അത്രയും ഉം. കടമുള്ള ഒരാള് ഷെയർ മാർക്കറ്റിൽ ഇപ്പൊ ഈ കിട്ടുന്ന പെർഫോമൻസ് ബോണസ് കൊണ്ടിട്ട് ഷെയർ മാർക്കറ്റിൽ ഇട്ടിട്ട് അതിൽ നിന്ന് 15% അല്ലെങ്കിൽ 20% ലാഭം ഉണ്ടാക്കാൻ പറ്റിയെന്ന് വയ്ക്കുക. അത് ആ, കിട്ടിയിട്ട് എന്താ കാര്യമല്ല? ശരിക്കും പറഞ്ഞാല് ഇയാളുടെ ഇതിനകത്ത് ചോർച്ചയാണ് ആദ്യം നിർത്തേണ്ടത്. ഇങ്ങനെ പോകുന്ന ചോർച്ച. പക്ഷേ 40% ആണ് അയാൾ ഇൻട്രസ്റ്റ് റഫിൽ ഇപ്പൊ കാർഡിന്റെ കേസിൽ അയാൾ കൊടുത്തോണ്ടിരിക്കുന്നത്. അതെ. മനസ്സിലായോ? അക്ഷരം പ്രതി ശരിയാണ്. ഇത് കറക്റ്റാണ് ചേട്ടൻ പറഞ്ഞത്, കറക്റ്റാ. ചേട്ടാ, ഞാൻ ഉം, ഒരു കാര്യം ചെയ്യട്ടെ. ഇതൊന്ന് ഉം, ഈ വീഡിയോ ഒന്ന് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്ക് ഉം. ഞാനെന്നാ എനിക്ക് അയച്ചു കൊടുക്കാൻ അല്ല, പറ്റും, ഇത് നിങ്ങൾ എന്താ ഓൾറെഡി പറഞ്ഞത്. റെക്കോർഡറാണ് പ്രമോദ്. ഇത് ഓൾറെഡി റെക്കോർഡറാണ്. ഞാൻ ഈ എന്റെ സൂമിലെ മീറ്റിങ്ങുകളെല്ലാം റെക്കോർഡറാണ് തന്നെ തന്നെ. ആണോ? അത് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പോ ഉം. ഈ എങ്ങനെയാണ്, എന്താണ് ചെയ്യാൻ പറ്റുക ഇതില്? അത് എന്താ നമുക്ക് കടകൾ തീർക്കാൻ വേണ്ടിയിട്ട് രണ്ട് സൂപ്പർ മെത്തേഡ്സ് ഉണ്ട് ശരിക്കും. അത് ഒന്ന് നമ്മൾ സ്നോബോൾ മെത്തേഡ് എന്ന് പറയും. രണ്ടാമത്തത് അവലാഞ്ച് മെത്തേഡ്. ഈ രണ്ടും നല്ല അടിപൊളി രീതികളാണ്. അതായത് നമ്മൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ തീർക്കാനായിട്ട്. ഈ സ്നോബോൾ എന്ന് പറയുന്നത് നമ്മുടെ ഡേവ് റാംസി പറയുന്ന ഐഡിയ അല്ലേ? കറക്റ്റ്, അത് തന്നെ. ഈ ഒരു ഓക്കെ. ചെറിയ മഞ്ഞിലുള്ള മലമുകളിൽ നിന്ന് താഴത്തേക്ക് ഉരുളുന്തോറും അത് വലുതായി വരുന്ന അതിന് സ്നോബോൾ എന്ന് പറയുന്ന സംഗതി അറിയാമല്ലോ. ഇവിടെ ആ. ഈ പലിശ നിരക്ക് നോക്കില്ല. ഇവിടെ പലിശ എത്ര എന്നുള്ളത് നോക്കില്ല. പകരം കടങ്ങളുടെ അതിന്റെ തുകയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതായത് ഏറ്റവും ചെറുതിൽ നിന്ന് വലുതിലേക്ക് നമ്മൾ എഴുതി വെക്കുക ആദ്യം. അതായത് ഏറ്റവും ചെറിയ ലോൺ ഏറ്റവും ആദ്യം, പിന്നെ അതിനൊക്കെ ഉം. കൂടുതൽ ഉള്ള എമൗണ്ട് തൊട്ട് താഴെ, അങ്ങനെ അങ്ങനെ എഴുതി വെക്കുക. ഓക്കെ. പുള്ളിയുടെ ഉം. കേസിനകത്ത് ആദ്യം പറഞ്ഞ പേഴ്സണൽ ലോൺ, കാർ ലോൺ, എഡ്യൂക്കേഷൻ, ഇതെല്ലാം ഉണ്ട്. അപ്പൊ ഇതിനകത്ത് 1.8 lakhs ആണ് മറ്റേ ഇത് പറഞ്ഞത് അല്ലേ? ക്രെഡിറ്റ് കാർഡ്. ക്രെഡിറ്റ് കാർഡ്. പിന്നെ ആ. 2.5 lakhs ആണ്. പിന്നെ 4 lakh, 6 lakh. അപ്പൊ ഈ ഓർഡറിൽ നമ്മൾ എഴുതുന്നത്. ഇതിനകത്ത് ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ പേഴ്സണൽ ലോൺ, ഉം. കാർ ലോൺ, എഡ്യൂക്കേഷൻ ലോൺ ഇതിന്റെ EMI മുടങ്ങാണ്ട് അടയ്ക്കുക. ഓക്കെ. ഉം. കാരണം ഉം. ബാങ്ക് ലോണുകൾക്ക് ഇതിന്റെ എല്ലാം ഫിക്സഡ് EMI ആണുള്ളത്. ഓക്കെ. അതെ. അവന്റെ അതെ. ശമ്പളത്തിൽ നിന്ന് മിച്ചം പിടിക്കാൻ കഴിയുന്ന അധിക തുകയും പെർഫോമൻസ് ബോണസ് ആയിട്ട് കിട്ടുന്ന തുകയും എല്ലാം കൂടി ഉം. ഈ ക്രെഡിറ്റ് കാർഡിന്റെ ഇതിനകത്തേക്ക് അടയ്ക്കുക. എത്ര ഉം. ഉം. 1.80 എടുത്തോണ്ടെന്നല്ല പറയുന്നത്. അപ്പോൾ അത് ഉം. ആദ്യം അടച്ചു തീർക്കുക. ഉം. അതിന്റെ മിനിമം ഡ്യൂ അല്ലെങ്കിൽ ആ EMI മാത്രം അടയ്ക്കാണ്ട് നമ്മുടെ കയ്യിൽ സർപ്ലസ് ഉള്ള ഫണ്ടും പ്ലസ് ഉം. ഇപ്പൊ നമ്മളിപ്പോ
കയ്യിൽ നമുക്ക് ഇപ്പം ഈ മാസം ഇപ്പോൾ അയാൾ EMI അടയ്ക്കാൻ വേണ്ടിയിരിക്കുന്ന എത്ര 10,000 രൂപ അതുണ്ടാവുമല്ലോ, ഇത് കൂടി കൂട്ടി അതങ്ങ് അടയ്ക്കുക. അപ്പം ഉം, ബാക്കിയുള്ള ഇത് കഴിഞ്ഞാൽ ബാക്കിയുള്ള പണം ഇതിനകത്തേക്ക് അടച്ചങ്ങ് തീർന്നു കഴിഞ്ഞാൽ ഉം. അവന് വലിയ ശരിക്കും പറഞ്ഞ ഒരു ആശ്വാസവും അതെ അല്ലേ? അതെ, അത് വലിയൊരു ആശ്വാസവും പിന്നെ അത് മാത്രമല്ല അത് വലിയൊരു മോട്ടിവേഷനുമാണ്. അതായത് കറക്റ്റ് ഒരെണ്ണം കറക്റ്റ്. തുടങ്ങുന്നത്. അതെ, അതാണ് അതിന്റെ മാജിക്. അതായത് കണക്കിനേക്കാൾ ഉപരി ഇതൊരു ശരിക്കും പറഞ്ഞ സൈക്കോളജി, ഒരു മനഃശാസ്ത്രമാണത്. നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോഴോ ചീറ്റ് മീൽ കഴിക്കില്ലേ, അതുപോലെ പറഞ്ഞ പോലെ ഒരു കടം തീർന്നു എന്ന് നമുക്ക് അറിയുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം വരും. ഉം, എനിക്കിത് സാധിക്കും എന്നുള്ളൊരു തോന്നൽ മിനിമം വരും. ക്രെഡിറ്റ് കാർഡിലേക്ക് അടച്ചിരുന്ന ഈ തുക കൂടി ചേർത്ത് അടുത്ത വലിയ എമൗണ്ട് ആണ് പിന്നെ പേഴ്സണൽ ലോണിലേക്ക് അടയ്ക്കാം. നെക്സ്റ്റ് ഓർഡറിൽ പിന്നെ നിൽക്കുന്നത് പേഴ്സണൽ ലോണാണ് അല്ലേ, 2.5 lakhs നിൽക്കുന്നത്. അപ്പൊ അതെ. അതിന്റെ EMI കൂട്ടി അടയ്ക്കാൻ തുടങ്ങുക പിന്നീട്. അതായത് ഇപ്പൊ ക്രെഡിറ്റ് കാർഡ് നമ്മളിപ്പോ 10,000 രൂപ എന്തായാലും നമ്മുടെ കയ്യിൽ നമ്മൾ അടയ്ക്കാൻ വെച്ചിരുന്നല്ലോ. ആ ആ. 10,000 കൂടി കൂട്ടി പേഴ്സണൽ ലോണിന്റെ ആദ്യം പിന്നെ അടച്ചെടുക്കാൻ നോക്കുക ഉള്ള കാലത്ത്. ഈ സ്നോബോൾ മെത്തേഡിന്റെ ഒപ്പം തന്നെ ചേട്ടൻ പറഞ്ഞ വേറൊരു മെത്തേഡ്, അവലാഞ്ച് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് ഇതിനെ പറയും. ഉവ്വ്. അപ്പൊ ഈ ആ അരുണിന്റെ കണക്ക് വെച്ചിട്ട് അതിന്റെ ആ മെത്തേഡ് ഒന്ന് പറഞ്ഞുതരും എങ്ങനെയാണ് അതിന്റെ. പറയാം. ഈ അവലാഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഈ നാട്ടിലെ മലവെള്ളപ്പാച്ചിലല്ലേ എന്ന് പറഞ്ഞ പോലെയാണ്. അത് മലകളിൽ നിന്ന് ഭയങ്കര ശക്തിയോടെ വന്ന് സകലതിനെ അടിച്ചൊഴുകി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത് കുറച്ചുകൂടി ലോജിക്ക് നോക്കുന്നവർക്കുള്ളതാണ്. അതായത് നമ്മൾ കടത്തിന്റെ തുകയല്ല അവിടെ നോക്കുന്നത്, പകരം ഏറ്റവും ഉയർന്ന പലിശ നിരക്കുള്ള കടം, അത് ഉം, ആദ്യത്തെ ഈ പറഞ്ഞ മലവെള്ളപ്പാച്ചിനെ ആദ്യം നമ്മൾ ആക്രമിക്കും. മനസ്സിലായില്ലേ? അതായത് ഏറ്റവും ഉം, ഹയസ്റ്റ് ഇൻട്രസ്റ്റ് ആണ്. ഇപ്പൊ ഇതിനകത്ത് ക്രെഡിറ്റ് കാർഡ് തന്നെയാണ് പുള്ളിയുടെ കേസിനകത്ത് വരണേ. ഉം, ക്രെഡിറ്റ് കാർഡിന് ഏകദേശം ഒരു 40% അടുത്ത് വരാൻ സാധ്യതയുണ്ട് ഇതിന്. പിന്നെ പേഴ്സണൽ ഉം, ലോൺ ഏതാണ്ട് ഒരു 18% ആയിരിക്കും. കാർ ലോൺ ഒരു 9 to 10% ആയിരിക്കാനാണ് സാധ്യത. എഡ്യൂക്കേഷൻ ഉം, ലോൺ ഒരു 8 to 9% ഒക്കെ ആയിരിക്കാം. ഇപ്പൊ ഉം, നമുക്ക് കറക്റ്റ് അല്ല, എന്നാലും പുള്ളിയോട് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് കിട്ടുള്ളൂ. ഇപ്പൊ ഉം, ഇതിനകത്ത് ഈ അവലാഞ്ച് രീതിയിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഉം. ആദ്യം തീർക്കേണ്ടത് ഏറ്റവും ഉയർന്ന ഈ പറഞ്ഞ ക്രെഡിറ്റ് കാർഡിന്റെ ലോണാണ്. ഓക്കെ. എന്ന് വെച്ചാൽ ഹയസ്റ്റ് ഇൻട്രസ്റ്റ് അതിനകത്ത് കൊണ്ടാണ് നമ്മൾ ഹയസ്റ്റ് എമൗണ്ട് അല്ല അവിടെ നോക്കണം, ഹയസ്റ്റ് ഇൻട്രസ്റ്റ് ആണ് നോക്കുന്നത്. ഒരു മിനിറ്റ് പറഞ്ഞതല്ലേ? പോസ് ചെയ്യട്ടെ, ഞാൻ ഒരു ആ കാര്യം ചോദിച്ചോട്ടെ. അപ്പൊ ഈ ആ സ്നോബോൾ മെത്തേഡ് രീതിയിലും ഉം അവലാഞ്ച് മെത്തേഡ് രീതിയിലും ഉം ചേട്ടൻ റെക്കമെൻഡ് ചെയ്യുന്ന ആദ്യത്തെ പ്രോഡക്റ്റ് ക്രെഡിറ്റ് കാർഡ് തീർക്കുക എന്നുള്ളതാണ്, കറക്റ്റ് അല്ലേ? അല്ല, അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പൊ പുള്ളിയുടെ കാര്യത്തില് ഇപ്പൊ അവൻ ഏറ്റവും ചെറിയ കടവും ഏറ്റവും ഉയർന്ന പലിശയും ഈ കേസിൽ ക്രെഡിറ്റ് കാർഡ് ഓ, ആയതുകൊണ്ട് മാത്രമല്ല, ഇവിടെ ഈ പർട്ടിക്കുലർ കേസിനകത്ത് പുള്ളിയുടെ ഓക്കെ. ഏറ്റവും ചെറിയ കടവും ക്രെഡിറ്റ് കാർഡാണ്, ഏറ്റവും ഹയസ്റ്റ് ഇൻട്രസ്റ്റ് വരുന്നതും ക്രെഡിറ്റ് കാർഡ് തന്നെയാണ്. ഓക്കെ. നമ്മുടെ നാട്ടിലെ സാധാരണ ഒരു പാറ്റേൺ ആണത്. ഇനി പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആണെന്നില്ല. ഇപ്പൊ ഒരാൾക്ക് 12% പലിശയുള്ള 50,000 രൂപയുടെ ഒരു ലോൺ ഉണ്ട് എന്ന് വെക്കുക, വേറൊന്ന് ഉം, 24% പലിശയിൽ 2 ലക്ഷം രൂപയുടെ ലോണാണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ സ്നോബോൾ സിസ്റ്റം പ്രകാരം 50,000 കടമാണ് ആദ്യം തീർക്കുന്നത്. എന്നാൽ ഈ പറഞ്ഞ നമ്മൾ രണ്ടാമത് പറഞ്ഞ അവലാഞ്ച് പ്രകാരം ആദ്യം 2 ലക്ഷത്തിന്റെ കടമായിരിക്കും തീർക്കുക. കാരണം അയാളുടെ ഉം. 24% പലിശ അയാളുടെ പോക്കറ്റ് ദിവസവും ചോർത്തിക്കൊണ്ടിരിക്കുകയാണ്. പലിശ കൂടിയതിനെ ആദ്യം തീർത്താൽ ഭാവിയിൽ 16 കണക്കിന് രൂപ പലിശ ഇനത്തിൽ തന്നെ ലാഭിക്കും. അപ്പൊ അങ്ങനെയാണെച്ചെങ്കിലേ ഈ ഈ പറയുന്ന രണ്ട് മെത്തേഡും കൂട്ടിയിട്ടുള്ള ഹൈബ്രിഡ് അപ്രോച്ച് അല്ലേ നല്ലത്? ആവാം. അത് പുള്ളിയുടെ നമുക്ക് പറഞ്ഞില്ലേ, പുള്ളിയുടെ സ്വഭാവം ഏതാന്നുള്ളതനുസരിച്ചിരിക്കും അത്. അതായത് നമുക്ക് അരുൺ എന്ന് പറഞ്ഞ ആളുടെ അയാൾക്ക് ഉം, കടം പെട്ടെന്ന് തീർത്തിട്ട്, അതായത് കടം ഉം, കടം തീരുന്ന ഓരോ കടം തീരുമ്പോഴും അയാൾക്ക് ഒരു മോട്ടിവേഷൻ കിട്ടുന്ന ആളാണെങ്കിൽ അയാൾക്ക് സ്നോബോൾ മെത്തേഡ് ആയിരിക്കും നല്ലത്. എന്നാൽ ഉം, അതായത് കുറച്ചു നേരം ഉം, കാത്തിരുന്നിട്ടാണെങ്കിൽ കൂടുതൽ പണം ലാഭിക്കണം എന്നുള്ള ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ഉം. അവലാഞ്ച് മെത്തേഡ് ആയിരിക്കും നല്ലത്. അരുണിന്റെ കേസിൽ രണ്ടാണെങ്കിലും ആദ്യം തീർക്കേണ്ട ക്രെഡിറ്റ് കാർഡാണ്, അത് മാത്രം ശ്രദ്ധിക്കുക. ഇനി ഇപ്പൊ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഹൈബ്രിഡ് മെത്തേഡ് ആണെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പം 24% മുകളിൽ പലിശയുള്ള ക്രെഡിറ്റ് കാർഡ് ഉം, അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ലോൺ ആപ്പുകൾ, ഇവ ഇതൊക്കെ ഉം. സാമ്പത്തിക അടിയന്തരാവസ്ഥയായിട്ട് നമ്മൾ കാണണം. ഓക്കെ. ഓക്കെ. അങ്ങനെ ആ. കണ്ടിട്ട് നമ്മളൊരു അവലാഞ്ച് രീതിയിൽ ആദ്യം അടച്ചു തീർക്കണം. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ചെറിയ പലിശ ഉം. ലോണുകളെ അതിനെ നമുക്ക് സ്നോബോൾ രീതിയിൽ തീർക്കാം. ഇപ്പൊ ആ, ഇതാ ഈ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഹൈബ്രിഡ് മെത്തേഡ് നമുക്ക് പറയണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് മതി ഈ പറഞ്ഞ ഷെയർ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളൊക്കെ അയാൾ ചിന്തിക്കുന്ന പോലും. ചേട്ടാ ഇതിലൊക്കെ ഞാൻ മനസ്സിലാക്കുന്ന എന്താ വെച്ചെങ്കിൽ ഈ ലോണൊക്കെ എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഒരു കോമൺ നോളജ് ആളുകൾക്കില്ല. അപ്പൊ ഉം. ബേസിക് ആയിട്ട് ഇപ്പൊ ഇവൻ ആ കൂടി പെട്ടുള്ള ഒരു സാഹചര്യത്തിൽ ചോദിക്കുകയാണ്, ഉം. ഇങ്ങനത്തെ ലോണുകൾ എടുക്കുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് ഇതിനകത്ത് അറിയാം, നമ്മുടെ ഇന്ത്യയിലെ സാഹചര്യത്തിൽ 3 പ്രധാന കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, ക്രെഡിറ്റ് ആ. കാർഡ്. നമ്മൾ ഉം, വിചാരിക്കുന്ന ചിലപ്പോൾ വിചാരിക്കും മാസം 3% പലിശ എന്നുള്ളതാണ് ഉം, വിചാരിക്കുക. എന്നാൽ ആ, ഇതിന്റെ വാർഷിക നിരക്ക് നമ്മളിപ്പം വാർഷിക നിരക്കിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏതാണ്ട് 36% മുതൽ 50% വരും പല കാർഡുകളുടെയും ഉം, ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കുന്നത്.
ഉം, ചാർജ് ഉം, വരുന്നത്. ഉം, ഓക്കെ. ഉം, അപ്പോൾ അത് ആദ്യം തന്നെ തീർക്കണം. പിന്നെ അത് ഉം, വേറൊന്നാണ് ഇപ്പം ഇൻസ്റ്റന്റ് ലോൺ ആപ്പുകൾ ഇഷ്ടംപോലെ അങ്ങനത്തെ ആപ്പുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഡെയിലി മെസ്സേജസ് വരും, നിങ്ങൾക്ക് പേഴ്സണൽ ലോൺ ഉം, ഇത്ര അപ്രൂവ്ഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പല ആപ്പുകൾ ഇപ്പോൾ ഉം, ഇഷ്ടംപോലെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ പലിശ ഉം, എന്ന് പറയുന്നത് 60% പോലെ 120% വരെയാണ് പലിശ. എന്നുവെച്ചാൽ യാതൊരു ഈടുമില്ലാണ്ടാണ് അവരും ലോൺ കൊടുക്കുന്നത്. സോ അവരും ആ റിസ്ക് എടുക്കുന്നുണ്ട്, നമ്മൾ അതിനേക്കാൾ വലിയ റിസ്ക് എടുക്കണം സത്യത്തിൽ. അപ്പം ഇതൊക്കെ ശരിക്കും കഴിയുന്നത് ഒഴിവാക്കേണ്ട സാധനങ്ങളാണ്. ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് നിന്ന് പോയി നമ്മൾ തല വെച്ച് കൊടുക്കാണ്ടിരിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക. പിന്നെ ഹോം ലോൺ, എഡ്യൂക്കേഷൻ ലോണുകൾ, ഇത് നമുക്ക് ഇങ്ങനെ തിരക്ക് പിടിച്ച് കൊടുത്തിരിക്കേണ്ട സാധനങ്ങളൊന്നുമല്ല. കാരണം ഇത് ഹോം ലോണിന് ആണെങ്കിൽ ഇപ്പോൾ ഇൻകം ടാക്സ് ഇളവുകളുണ്ട്. ശരിക്കും അതിനൊക്കെ ശരിക്കും യഥാർത്ഥ പലിശ വരണത് 6% ഒക്കെ വരുള്ളൂ. ഈ ഇൻകം ടാക്സ് ഉം, എക്സംഷൻ കൊണ്ട് കിട്ടുന്നുണ്ട്. അതുപോലെ ഉം, ഇവൺ ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ ലോണൊക്കെ ആണെങ്കിലും സെക്ഷൻ 80 ഈ പ്രകാരമുള്ള ഇളവുകളുണ്ട്. നമ്മൾ ഇത് പതുക്കെ പതുക്കെ അടച്ചു ചേർത്ത് നിക്ഷേപം സൈമൾട്ടേനിയസ്ലി സൈഡിൽ കൂടി ഉം, ഇൻവെസ്റ്റ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യാവുന്ന സാധനങ്ങളാണ്. പക്ഷെ ഉം. മറ്റുള്ള ഈ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് സാധനങ്ങളാണ് നമ്മൾ സൂക്ഷിക്കേണ്ട സാധനങ്ങൾ അതിനകത്ത്. ഇത് ഉം. ആക്ച്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെക്കോർഡിംഗ് ഞാൻ പുള്ളിക്ക് അയച്ചു കൊടുക്കാം. കാര്യം എന്താ വെച്ചെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ സ്നോബോൾ മെത്തേഡിനെ കുറിച്ചിട്ടോ അവലാഞ്ച് മെത്തേഡിനെ കുറിച്ചിട്ടോ ഒന്നും ബേസിക് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു നോളജ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഈ റെക്കോർഡിംഗ് എന്തായാലും പുള്ളിക്ക് അയച്ചു കൊടുക്കാം. ഇനി എന്തെങ്കിലും സംശയം വരുവാണെന്ന് വെച്ചെങ്കിൽ ഇതേപോലെ ഒരു സെഷൻ ചിലപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് റിക്വസ്റ്റ് ചെയ്യും. ഓക്കെ. ഇത് സന്തോഷം, സത്യം പറയുകയാണെങ്കിൽ ഒരു ഹെൽപ്പാണ്. സന്തോഷം പ്രമോദെ. അപ്പോൾ സുഹൃത്തുക്കളെ, പ്രമോദിന്റെ സുഹൃത്തിനെ പോലെ കടങ്ങളിൽപ്പെട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഈ വിവരങ്ങൾ ഉപകാരപ്രദമാവും എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ ഫിനാൻഷ്യൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം. ബൈ ഫോർ നൗ. താങ്ക് യു ഏട്ടാ.